ഇനി കംപ്ലീറ്റ് നമ്മൾ സാരിയുടെ സെറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സാരിയാണ്. സൈഡിൽ ഞാൻ പിക്ചർ കൊടുക്കാം. സൈഡിൽ പിക്ചർ കണ്ടിട്ടുണ്ടാവുക നിങ്ങൾ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞാനും അത് കണ്ടിട്ട് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. റെഡ് ആൻഡ് ബ്ലാക്ക് കണ്ടിട്ട് ഞാൻ മേടിച്ച സംഭവം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ പിങ്ക് ആൻഡ് ബ്ലൂ കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ റെഡും ബ്ലാക്കും എന്റെ ഫേവറേറ്റ് കളറാണ്. അപ്പൊ റെഡും ബ്ലാക്കും ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ, ഏകദേശം കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പൊ അത് ആഗ്രഹിച്ച് ഞാൻ എടുത്തതാണ്. പക്ഷെ എനിക്ക് അതിൽ കളറിലൊന്ന് പാളിപ്പോയി. ഡിഫറെന്റ് കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് നല്ല ഫീഡ്ബാക്ക് നോക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കളർ റെഡ് ആൻഡ് ബ്ലാക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ എടുക്കണ്ട. പിങ്ക് ആൻഡ് ബ്ലൂ കളറാണ്. ബ്ലൗസ് ഉണ്ട് ഇതിന്റെ കൂടെ. ബ്ലൂ ബ്ലൗസ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർമൽ ബ്ലൗസ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചേക്കുന്നത്. ഹാഫ് സ്ലീവിന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തികയുന്നുണ്ട് കേട്ടോ. എന്റെ സൈസുള്ള ആൾക്കാർക്ക്, ഞാനൊക്കെ മീഡിയ സൈസ് ആണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാറ്. അപ്പോൾ സ്മോൾ സൈസ് മീഡിയ സൈസിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ബ്ലൗസ് മെറ്റീരിയൽ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് ആ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് മുന്താണി മീൻസ് ആ ഞൊറി എടുത്തിട്ട് നമ്മളിവിടെ കുത്തുന്ന ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ഇതുപോലൊരു ഡിസൈൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ഡിസൈനോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ആ അടിഭാഗത്ത് മാത്രമാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത്. ഓക്കെ, ആ ഒരു അടിഭാഗത്ത് മാത്രമാണ്. പിന്നെ മുന്താണിയുടെ കണ്ടോ അടിഭാഗത്ത് ആ കര, അതുപോലെ തന്നെ മുകളിലെ ആ കര മാത്രമാണ് ഈ ഡിസൈൻ ഉള്ളത്. പിന്നെ മുന്താണി ഭാഗത്താണ് കംപ്ലീറ്റ് ആ ഒരു ബ്ലൂവില് പ്രിന്റ് വന്നിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 579 ഇതിന്റെ റേറ്റ് പറയുന്നത്. സാരി ലെങ്ത് 5.5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ബ്ലൗസ് 0.8 മീറ്റർ ആണ് നമുക്കുള്ളത് കേട്ടോ. ബ്ലൗസിന്റെ തുണി വന്നിട്ട് 80 മീറ്റർ ആണ്. സാരിയുടെ തുണി 5.5 മീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, ഞാൻ മേടിച്ചിട്ടുള്ളത് ഓഫർ പ്രൈസ് 553 ഈ ഒരു സാരി സെറ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഓക്കെ, 579 ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റ് സാരി സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഗ്രേപ്പ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഗ്രേപ്പ് കളർ തന്നെയാണ്. ഇതാണ് ബ്ലൗസ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. കുഴപ്പമില്ല, നമുക്ക് ഒരു ഹാഫ് സ്ലീവില് നമുക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ലെങ്ത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 80 മീറ്റർ തന്നെയാണ് ബ്ലൗസിനുള്ള മെറ്റീരിയൽ പറഞ്ഞിട്ടുള്ളത്. ബ്ലൗസ് കംപ്ലീറ്റ്ലി ഈ ഒരു വർക്കും വൈറ്റ് ആൻഡ് ഗ്രേപ്പ് വർക്കും, അതുപോലെ തന്നെ സാരി പ്ലെയിൻ ഗ്രേപ്പ് ആണ്. വേറെ ഒരു വർക്കോ ഒരു പൈപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പ്ലെയിൻ ഗ്രേപ്പ് ആണ്. നിവർത്തി കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് കാണുന്നുണ്ടല്ലോ അല്ലെ. ഒരു ഷിഫോൺ, വേറൊരു ഷിഫോൺ ടൈപ്പ് ആണ്. ലൈൻ വന്നിട്ടുള്ള ടൈപ്പ്. ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ത്രെഡിന്റെ ലൈൻ ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. എന്തായാലും ഞാൻ ഉടുത്ത് കാണിക്കാം. ഉടുത്ത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നോക്കട്ടെ എന്തായാലും. ഇനി നെക്സ്റ്റ് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. ഇതിന്റെ റേറ്റ് 355 ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5.5 മീറ്റർ ആണ് സാരി ലെങ്ത് വന്നിട്ടുള്ളത്. ബ്ലൗസിന്റെ ഞാൻ 80 മീറ്റർ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 80 മീറ്റർ അല്ല, 90 മീറ്റർ ആണ്. 90 മീറ്റർ ആണ് ബ്ലൗസിന്റെ മെറ്റീരിയൽ ഇവർ തന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് 355 ഞാൻ മേടിച്ചിട്ടുള്ളത് 358 ഞാൻ മേടിച്ചത് കേട്ടോ. ഇനി നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് പിസ്ത കളർ സാരിയാണ്. സെയിം ജോർജറ്റ് മെറ്റീരിയലില് ത്രെഡ് ലൈൻ ആണ് നിറത്തിൽ കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കാണാൻ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. പ്ലെയിൻ സാരിയാണ്. ഓക്കെ, പ്ലെയിൻ സാരിയാണ്. വേറെ വർക്കോ കാര്യങ്ങളോ പൈപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് എങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് സ്ലീവിലാണ് കംപ്ലീറ്റ് വർക്ക് ഉള്ളത്. ഒരു മിറർ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒറിജിനൽ മിറർ അല്ല കേട്ടോ, ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് മിറർ വർക്കാണ്. അതുപോലെ തന്നെ ബ്ലൗസിന്റെ മറ്റു ഭാഗങ്ങളിൽ ബോഡി ഭാഗങ്ങളിൽ ഒരു ഫ്ലവർ രൂപത്തിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കംപ്ലീറ്റ്ലി വർക്ക് ഇല്ല. സ്ലീവില് ഉള്ള പോലുള്ള വർക്ക് ഇല്ല. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഈ ഒരു സാരി സെറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് വന്നാൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവരെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. 274 ഇതിന്റെ പ്രൈസ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 355 ഡെലിവറി ചാർജ് അടക്കം ഇതിൽ വന്നിട്ടുണ്ട്. ചില ടൈമിൽ ഡെലിവറി ചാർജ് ഉണ്ടാവാറില്ല കേട്ടോ. ഇതിന് ഡെലിവറി ചാർജ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവര്. പിന്നെ ഇത് ജോർജറ്റ് സാരിയാണ്. ബ്ലൗസ് പീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഇപ്പൊ വായിക്കുന്നത്. 5.5 മീറ്റർ സാരി. അതുപോലെ തന്നെ ബ്ലൗസ് ലെങ്ത് 80 മീറ്റർ ആണ് ബ്ലൗസ് ലെങ്ത് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. എന്തായാലും ലിങ്ക് ഞാൻ കിട്ടിയ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് സൺഫ്ലവർ ആണ് കേട്ടോ. സൺഫ്ലവർ പ്രിന്റ് വന്നിട്ടുള്ള സാരിയാണ്. ഇത് വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസ് യെല്ലോ ആണ് കേട്ടോ. യെല്ലോ, ഡാർക്ക് യെല്ലോ, ലൈറ്റ് യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു
ബ്ലൗസ് പീസ് ആണ്. പക്ഷെ ഞാൻ യെല്ലോ ഈ ഒരു ബ്ലൗസിലല്ല ഞാൻ പെയർ ചെയ്യുന്നത് ബ്ലാക്ക് ബ്ലൗസിന് തന്നെയാണ് ഇത് പെയർ ചെയ്യുന്നത് കേട്ടോ. യെല്ലോ ഞാൻ ഇടുന്നില്ല. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും വൈറ്റ് ആൻഡ് യെല്ലോ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റഡ് ആണ്. കംപ്ലീറ്റ്ലി ഈ പ്രിന്റ് വർക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു പ്രിന്റ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കരയുടെ ഭാഗം മാത്രം പ്ലെയിൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജോർജറ്റ്, വേറൊരു ടൈപ്പ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് ജോർജറ്റ് ഫാബ്രിക്. അതുപോലെ തന്നെ ഫ്രീ സൈസ് പ്രിന്റഡ് ആണ്, സൺഫ്ലവർ ഡിസൈൻ ആണ്. ഇതിന്റെ റേറ്റ് 389 ആണ്. ഞാൻ മേടിച്ചിട്ടുള്ളത് 357 ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇപ്പൊ പ്രൈസ് വന്നേക്കുന്നത് 389 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും സാരീസ് ആണ്. 1 2 3 4 സാരീസ് ആണ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. 4 സാരീസും 3 കുർത്ത സെറ്റും ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇയറിംഗ്സ്. 2 ഇയറിംഗ് സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2 ഇയറിംഗ്സിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത്. മീഷോന്ന് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ മീഷോന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ടൈപ്പാണ്, പ്രിൻസസ് വെസ്റ്റേൺ ടൈപ്പ് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഇയറിംഗ്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഡിസൈന് കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള, കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഇത് വലിയ രീതിക്ക് അങ്ങനെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അധികം ഓവർ വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇയറിംഗ്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ റേറ്റ് ആണ് എനിക്ക് താങ്ങാൻ പറ്റാത്തത്. ഇതിന്റെ സെന്ററിൽ ഇതൊരു സിൽവർ ടൈപ്പിലാണ് കേട്ടോ. സിൽവറിലാണ്. സെന്ററിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് 178 ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിലിപ്പോ പ്രൈസ് 175 ആണ് കേട്ടോ. പ്രൈസ് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു പ്രൈസിൽ. പക്ഷെ കുറച്ച് കൂടുതലല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം അല്ലെ. ഈ ഒരു പ്രൈസിൽ പിന്നെ വേറെ എവിടെയും കിട്ടണ്ടേ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. മീൻസ് റേറ്റ് കുറവില്ല കേട്ടോ. റേറ്റ് കുറവില്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് ഇയറിംഗ് സെറ്റ് എന്ന് പറയുന്നത് ജുംക ടൈപ്പ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പാണ്, ജുംക ടൈപ്പാണ്. നെയ്സ് ആയിട്ടൊരു ഗ്ലിഗിലൊക്കെ ഉണ്ട്. ഇത് ഹാങ്ങിങ് ആണ്, നിറച്ച് ഹാങ്ങിങ് ആണുള്ളത്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. ക്വാളിറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ക്വാളിറ്റി വളരെ കുറവാണ്. ഒരു വെയിറ്റ് ഇല്ല സാധനം. സംഭവം എനിക്ക് വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു ജുംക. കാരണം ഞാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ലുലുമാളിൽ പോയിട്ടുള്ള പർച്ചേസിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടേല് ഒരു വഴിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരു ആളുടെ അവിടുന്ന് ഞാനൊരു കമ്മൽ കുറച്ച് പർച്ചേസ് ചെയ്തതായിട്ട് കാണിച്ചിരുന്നു. അപ്പം ഇതേപോലത്തെ ഒരു ജുംക, ഏകദേശം ഈ ഒരു ടൈപ്പ് ജുംക ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ടൈപ്പാണ്, കംപ്ലീറ്റ്ലി ഈ സെയിം ജുംക അല്ല. ഏകദേശം ഈ ഒരു ടൈപ്പ് ജുംക ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറും 40 രൂപയ്ക്കാണ് ഞാൻ ആ ഒരു ജുംക മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൺലൈനിൽ ഞാൻ ഈ ഒരു ജുംക സെറ്റ് മേടിച്ചിട്ടുള്ളത് 143 ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഞാൻ മേടിച്ചത് 145 ഓക്കെ, 145 ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ക്വാളിറ്റി എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു 40 രൂപയുടെ ജുംക സെറ്റിനെ അപേക്ഷിച്ച് ഇത് ഭയങ്കര ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഓൺലൈനിൽ നിന്ന് കൂടുതലായിട്ട് കമ്മൽ പർച്ചേസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ മാത്രമല്ല മീഷോന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സംഭവം വേണേനും നമുക്ക് അങ്ങനെ പുറത്തു പോകാൻ പറ്റുന്നില്ല, പുറത്തു പോയിട്ട് വാങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ വഴിയോര കച്ചവടക്കാരും ചിലപ്പോൾ കാണുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം, വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അല്ലാത്ത പക്ഷം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ എപ്പോഴും പുറത്തു പോയി വരുന്നതാണ്, ഇതൊക്കെ കാണുന്നതാണ്. വഴിയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരോട് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ക്യാഷ് പോയാലും പ്രശ്നമില്ല എന്നുള്ളൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അല്ലാത്ത പക്ഷെ നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പ്രൈസ് നോക്കി വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുന്നു കേട്ടോ. അപ്പൊ ഈ 2 ഇയറിംഗ് സെറ്റ് ആണ് മീഷോന്ന് മേടിച്ചിട്ടുള്ളത്. അതിനിടയിൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ ഉണ്ട്. ഇത്രയും ചൂടിനിടയിൽ ഒരു മഴക്കാറൊക്കെ കാണുമ്പോഴേ നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. കുറച്ചൊന്ന് ലൈറ്റ് ഒക്കെ മങ്ങി നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വാച്ചാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു വാച്ചാണ്, റോസ് ഗോൾഡ് ആണ് കേട്ടോ. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് റോസ് ഗോൾഡ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമൽ വാച്ചാണ്, മാഗ്നറ്റ് ടൈപ്പ് ആണ് കേട്ടോ. മാഗ്നറ്റ് ആണ്, നല്ല മാഗ്നറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് അത്യാവശ്യം കുറച്ച് ടാസ്ക് ആണ് ഇതിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു മാഗ്നറ്റ് ആണ്, നല്ലൊരു വാച്ച് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വാറന്റി കാർഡ് ഇവർ തന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സിലാണ് തന്നിട്ടുള്ളത്. വാറന്റി 1 ഇയർ വാറന്റി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ.
വൺ ഇയർ വാറന്റി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലൂയിസ് ഡേവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ഓക്കെ, ഞാൻ ബ്രാൻഡ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ബ്രാൻഡ് ഒന്നും നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു വാച്ച് ഉണ്ട്, അത് ബ്രാൻഡ് കണ്ടിട്ടൊന്നുമല്ല ഞാൻ എടുക്കുന്നത്. എനിക്ക് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിനോടല്ല എനിക്ക് പ്രധാനം. എനിക്ക് എന്താ പറയാ, ബ്രാൻഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രാൻഡ് നാശമാവില്ല. നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ, നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയാ നാശമാവില്ല, നമുക്ക് കളയാനും തോന്നില്ല, ആ ഒരു ലെവലിലേക്ക് എത്തും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നാശമായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വാങ്ങാനുള്ള ടെൻഡൻസി വരും. പുതിയ പുതിയ ഐറ്റംസ് നമ്മുടെ കയ്യിൽ വന്ന് പോകുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റേറ്റ് കുറവിലൊക്കെ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഓർണമെന്റ്സിനോടും ഡ്രസ്സിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതൽ അങ്ങനെയാണ് ചെയ്യാം. പിന്നെ ചില ആൾക്കാർ ബ്രാൻഡ് നല്ല പ്രൈസ് നോക്കി വാങ്ങുന്ന ആൾക്കാർ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് വാങ്ങുക എന്നുള്ളതിനുപരി എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ്, കണ്ട ഒരു ഭംഗി തോന്നുന്ന പ്രൊഡക്റ്റ് നോക്കി എനിക്ക് വാങ്ങാം. അത് ബ്രാൻഡോ കാര്യങ്ങളൊന്നും അല്ല. അത് ചിലപ്പോൾ 10 രൂപയുടെ സാധനമാണെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ തോന്നും. അതുപോലെ തന്നെ 10,000 ആണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ തോന്നും. ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങും, ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങില്ല, അത്ര തന്നെയാണ്. ഓക്കെ, ആ ലെവലാണ്. ഈ ഒരു വാച്ചിന്റെ പ്രൈസ് വന്നിട്ട് 349 ആണ് ഈ ഒരു വാച്ചിന്റെ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് ഇവർ കൊടുത്തിട്ടുള്ളത് 2599 ഇതിന്റെ ഒറിജിനൽ പ്രൈസ് കാണിക്കുന്നത്. പക്ഷെ എന്തായാലും 2599 വാച്ചൊന്നല്ല, ഒരു 500 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു വാച്ച് തന്നെയാണ് കേട്ടോ. അത്ര വലിയ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല. എന്തായാലും 349 എനിക്ക് ലാഭമായിട്ട് തോന്നി. ഞാൻ മേടിച്ചത് എന്തായാലും 349 കേട്ടോ. അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. സാരീസ് ഞാൻ എന്തായാലും ഷോർട്സിലായിട്ട് കാണിക്കാൻ ശ്രമിക്കാം. കുർത്ത സെറ്റ് എന്തായാലും ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. കമ്മൽ കാണിക്കണം, കമ്മൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. കമ്മൽ കാണിക്കാൻ ഞാൻ എന്തായാലും കമ്മലും കൂടിയും കാണിക്കാം. കുർത്ത സെറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ജുംക്കട്ട് കാണിക്കാം കേട്ടോ. ചാർജ് വീണ്ടും കുറഞ്ഞു ഗൈസ്. ഓക്കെ, ജുംക്ക സെറ്റ് ഇതാണ് അവസ്ഥ. നമ്മൾ റെഡി ആയതിനു ശേഷം ഇത് കാണിക്കുമ്പോഴാണ് അതിൻ്റെതായ ഭംഗി അറിയാൻ പറ്റുക. ഇപ്പൊ എന്തായാലും ഇതാണ് അവസ്ഥ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ ഓപ്പൺ നോക്കിക്കോളുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്നത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഈ ഒരു ടൈപ്പാണ് സാധനം. ഇവിടെ നമ്മളൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഡിസൈൻ ആണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഇയറിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ വലിയ രസമായിട്ട് തോന്നുന്നുണ്ടാവില്ല. നമ്മുടെ കോസ്റ്റ്യൂമിന്റെയും നമ്മളിരിക്കുന്ന ഒരു നമ്മുടെ ഹെയർ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി തന്നെ കിട്ടും. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഫീൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇയറിങ്സ് കളക്ഷൻസ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടുപോയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഓക്കെ, താങ്ക്